വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത ലേണിംഗ് ഹബ്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ഹ്യൂമൻ സൊസൈറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ സൊസൈറ്റിയുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിന് ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ എ കളക്ഷൻ ഓഫ് പീപ്പിൾ who share a specific region and culture is the most basic definition of society. സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ, സൊസൈറ്റി എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് പീപ്പിളാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ പ്രത്യേകമായിട്ട് ഒരു റീജിയൻ അല്ലെങ്കിൽ കൾച്ചറിന് അവർ ഷെയർ ചെയ്യുന്നു. ഇതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി ഡ്രാവ്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. സൊസൈറ്റിയുടെയും കൾച്ചറിൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു വേർതിരിവ് എന്ത് സോഷ്യോളജി നമുക്ക് വരച്ച് കാണിക്കുന്നു. മാത്രമല്ല, കൾച്ചർ ഈസ് ദ മെസറ്റ് ഓഫ് നോംസ്. കൾച്ചർ എന്ന് പറയുമ്പോൾ അത് നോംസിൻ്റെ ഒരു കൂട്ടമാണ്, അത് വാല്യൂസിൻ്റെ ഒരു കൂട്ടമാണ്, അത് ബിലീഫ്സിൻ്റെ ബിഹേവിയറിൻ്റെ ഒക്കെ ഒരു കൂട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഷ്യോളജി നമുക്ക് എന്ത് ചെയ്യാം, ഈ കൾച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആൾ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ഹാവ് കൾച്ചർ. എല്ലാ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് കൾച്ചർ ആവശ്യമാണ്. അത് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അവർക്ക് കൂടുതൽ അത്യാവശ്യമായി വരുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഹ്യൂമൻ സൊസൈറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെ നൽകപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഹ്യൂമൻ സൊസൈറ്റി നമുക്ക് താഴെ നൽകപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അത് ഒന്നാമതായിട്ട് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ മീൻസ് ഓഫ് സബ്സ്റ്റൻസസ് ആണ്. തീർച്ചയായിട്ടും മൗലികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് നമുക്ക് ഇതിനാവശ്യമാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് മണി, അതുപോലെ തന്നെ ഫുഡൊക്കെ ഇതിന് അത്യാവശ്യമാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹണ്ടർ ഗ്യാദേഴ്സ്, നമ്മുടെ ആൻഷ്യൻ്റ് കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ചുറ്റുപാടിലേക്ക് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് എത്തിപ്പെട്ടത് ആദ്യ കാലഘട്ടങ്ങളിൽ ഏൻഷ്യൻ്റ് കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ആദ്യം ഹണ്ടേഴ്സായിട്ടും അതിനുശേഷം പിന്നെ ഫുഡ് ഗ്യാദേഴ്സായിട്ട് ആ സമയത്ത് അഗ്രികൾച്ചറിലേക്കുള്ളൊരു കടന്നുവരവുണ്ടായി. അതിനുശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ടെക്നോളജികൾ മാറി വന്നു. അങ്ങനെയൊക്കെയാണ് പുതിയൊരു തലമുറയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് ഇംപ്ലിക്കേഷൻസ് ഓഫ് സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ ഈ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ആവശ്യം ചർച്ച ചെയ്യുമ്പോൾ, when hunters and gatherers switched to pastoralism and horticulture, they are amazed and excess of food. അവർക്ക് ഫുഡിന് ആവശ്യം വരികയും അവർ ഫ്ലവേഴ്സ് ഗ്രോ ചെയ്യാൻ, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് ഒക്കെ വളർത്താൻ വേണ്ടി അവർ എന്ത് ചെയ്യും, തീരുമാനിച്ചവർ അതിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല, ആൾദോ ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്ട്രാ ഫുഡ് ഈസ് കോമൺ ഇൻ ടുഡേയ്സ് ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ്. ഈ കാലഘട്ടങ്ങളിലുള്ള ഈ ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ട ഈ ഒരു ലോകത്ത് വി ആർ റെയർലി കൺസിഡർ ഹൗ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എക്സ്ട്രാ ഫുഡ് ഈസ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ആൾ ഹാവിങ് ആൻ അബൻഡൻറ്റ് ഓഫ് ഫുഡ് ഇൻക്രീസ് ദി ലൈവ്ലിഹുഡ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ നൽകുന്ന ഈ ഭക്ഷണത്തിന് പ്രാധാന്യം, ഫുഡിൻ്റെ ഒരു ഗ്രെയിൻസിന് പ്രാധാന്യം എന്നുള്ളത് പ്രധാനം അർഹിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നൊമഡിക് ബാൻഡ്സ്, അതുപോലെ തന്നെ വില്ലേജസ്, അതുപോലെ തന്നെ ടൗൺസ് ആൻഡ് നാഷൻസ് ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഡെഫിനേഷൻ നമ്മൾ നൽകുന്ന ഹ്യൂമൻ സൊസൈറ്റിക്കാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ വി കാറ്റഗറൈസസ് അവർ സെൽഫ് ഇൻ ടു വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. സച്ചസ് നൊമഡിക് ബാൻഡ്സ്, വില്ലേജസ്, ടൗൺസ് ആൻഡ് നാഷൻസ്. ഇതൊക്കെ നമുക്ക് ചെയ്യാം സാധാരണ നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെ. നമുക്ക് ഇതിലൊക്കെ എന്ത് ചെയ്യാം, സൊസൈറ്റിയെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ബന്ധപ്പെട്ടതാണ് ഫാമിലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ സിവിലൈസേഷൻ പാറ്റേൺസ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഹ്യൂമൻ സിവിലൈസേഷൻ തോന്നുന്നു ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു, അവർ പാലായനം ചെയ്യുന്നു. അത് ടൈം ടു ടൈം, ഒരു സമയത്ത് പ്രത്യേക സമയത്ത് എന്ത് ചെയ്യും, അത് പാലായനം ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള വിഷയങ്ങളാണ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് വാട്ട് ഈസ് സൊസൈറ്റി, എന്താണ് സൊസൈറ്റി, സൊസൈറ്റിക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഡെഫിനിഷൻ എന്താണ്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ എ ഗ്രൂപ്പ് ഈസ് ഫോർമഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രാക്ഷൻ. തീർച്ചയായിട്ടും വ്യക്തികളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എ സൊസൈറ്റി ഈസ് ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ആൻഡ് ദി ഗ്രോത്ത് ഓഫ് കണക്ഷൻ എമംഗ് ദം. തീർച്ചയായിട്ടും ഈ നമുക്ക് സൊസൈറ്റിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഡെഫിനേഷനാണിത്. എന്ത്, എ സൊസൈറ്റി ഈസ് ക്രിയേറ്റഡ്, സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുക ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ്, അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് കണക്ഷൻ എമംഗ് ദം. അവർക്കിടയിലുള്ള കണക്ഷൻ, അതുപോലെ തന്നെ
കണക്ഷൻ, ഗ്രോത്ത് ഓഫ് കണക്ഷൻ്റെ ഗ്രോത്തുകൾ, അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ, അതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ നൽകാൻ പോകുന്ന വിഷയം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത പേജിലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സൊസൈറ്റിയുടെ മറ്റൊരു പേരാണ്. ഏതിന്നാണ് സൊസൈറ്റി എന്ന് വന്നത്, ഏത് വേർഡിൽ നിന്നാണ്? അപ്പോൾ സോഷ്യസ് എന്നുള്ള വേർഡിൽ നിന്നാണ് സൊസൈറ്റി വന്നിട്ടുള്ളത്. സോഷ്യസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സൊസൈറ്റി എന്നുള്ള ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടലിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. തീർച്ചയായിട്ടും മനുഷ്യൻ എന്നുള്ളൊരു സോഷ്യൽ ആനിമലായിട്ട് നമുക്ക് എന്താ മനുഷ്യനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മളെ human society emerged over 6 million years ago in the hominid evolution. The group sizes started seeing a rise and this settlement happened near water bodies. ഓക്കെ, തീർച്ചയായിട്ടും ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാർ തീർച്ചയായിട്ടും പുഴകളുടെ വാട്ടർ ബോഡീസിൻ്റെ തീരങ്ങളിൽ താമസിച്ചു. അവരവിടെ നിന്ന് ഹണ്ട് ചെയ്തു, അതുപോലെ തന്നെ അവരുടെ നിന്ന് കൃഷി ചെയ്ത് അവരെന്ത് ചെയ്തു, വസ്തുക്കൾ എന്ത് ചെയ്തു, ഗ്രെയിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഇപ്പോൾ കാണുന്ന ഒരു ടെക്നോളജിക്കൽ ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. തീർച്ചയായിട്ടും ഇനി ഡെഫിനിഷൻസ് ഓഫ് സൊസൈറ്റിയുടെ ഡെഫിനിഷനുകൾ പറയുമ്പോൾ പ്രൊഫ് റൈറ്റ്, അതുപോലെ തന്നെ ലിൻഡോൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്ന അവരൊക്കെ ഡെഫിനേഷൻ നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. ആ പ്രൊഫ് റൈറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഓഫ് ദി വേരിയസ് ഗ്രൂപ്പ്സ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ അതിലുൾപ്പെടുന്ന മെമ്പേഴ്സിൻ്റെ കണക്ഷൻ. ഓക്കെ, കണക്ഷൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സിൻ്റെ ഇടയിലെ കണക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലിൻഡോൻ്റെ നൽകുന്ന ഡെഫിനേഷൻ എന്ന് വെച്ചാൽ, എനി ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ബീൻ ലിവിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ ലോങ് ഇനഫ് പീരിയഡ് ഓഫ് ടൈം ടു ഓർഗനൈസ് ദംസെൽസ് ആൻഡ് ബിഗിൻ ടു പെർസീവ് ദംസെൽസ് ആസ് എ സോഷ്യൽ യൂണിറ്റ് വിത്ത് ക്ലിയർലി ഡിഫൈൻഡ് ബോണ്ടസ്. തീർച്ചയായിട്ടും അവർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏത് തരത്തിലാവട്ടെ അവരെന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഹു ഹാവ് ബീൻ ലിവിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ ലോങ് ഇനഫ് പീരിയഡ്. ഒരു നീണ്ട കാലഘട്ടത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിക്കുന്നു. അവരൊരു നീണ്ട കാലത്തിൽ ജീവിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, അവർ സ്വയം ഒരു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിരുന്നു അവർ ജീവിക്കുന്നു. ആൻഡ് ബിഗിൻ ടു പെർസ്പെക്റ്റ് അവർ സ്വയം എന്ത് ചെയ്യുന്നു, സ്വയം നോട്ടീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു രൂപപ്പെടുന്ന ഒരു ഇതാണ് സൊസൈറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഞാൻ AW ഗ്രീൻ്റെ തോട്ട്, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് വിത്തിൻ ഹോം പീപ്പിൾ ആർക്കാണ്. തീർച്ചയായിട്ടും പീപ്പിൾ അവർ പരസ്പരം എന്ത് ചെയ്യുന്നത്, ഇന്റർ കണക്റ്റഡാണ്. അവർ കണക്റ്റായിട്ടാണ് എന്ത് ചെയ്യുക, അവർ ഈ സൊസൈറ്റിയിൽ നിലകൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് കമ്മ്യൂണിറ്റി. അവർ സൊസൈറ്റികളെ കുറിച്ച് ചർച്ചകൾ അവസാനിക്കുകയാണെങ്കിൽ അടുത്ത കമ്മ്യൂണിറ്റിയുടെ ഭാഗം ചർച്ച ചെയ്യുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റി ലൈക്ക് സൊസൈറ്റി ഈസ് എ ഫണ്ടമെൻ്റൽ ടേം ഇൻ സോഷ്യോളജിയിലുള്ള ഒരു ഫണ്ടമെൻ്റൽ, ഒരു മൗലികമായിട്ടുള്ള ടേമാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വേൾഡ് എന്നുള്ളത് വിശാലമാണ്, ഇതിൻ്റെ ലോകം വളരെ വിശാലമാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, in the context of community, human civilization flourished and develops. It is a well-known reality that an individual cannot exist without the help of others. മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് നിലകൊള്ളാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും വേറൊരു മനുഷ്യനുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് തന്നെ ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിന്ന് പോകാൻ സാധ്യമാവുകയില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ നൽകാൻ പോകുന്നതാണ് ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി സ്പെഷ്യലൈസേഷൻ ഓഫ് ദി ലേബർ ഫോഴ്സ് ദാറ്റ് ഫോം ഗ്രേറ്റ് കമ്മ്യൂണിറ്റീസ് മേക്ക് ഇൻസ്പിറേഷണൽ റിലേഷൻഷിപ്പ് ഇംപ്രഷൻ. ഓക്കെ, വൈവിധ്യമാർന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആൻഡ് ദി സ്പെഷ്യലൈസേഷൻ ഓഫ് ദി ലേബർ ഫോഴ്സ് ദാറ്റ് ഫോം ഗ്രേറ്റ് കമ്മ്യൂണിറ്റീസ്. ഈ ലേബർ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, അവർ വലിയ രൂപത്തിലുള്ള കമ്മ്യൂണിറ്റികൾ അവർ എന്ത് ചെയ്യുന്നു, രൂപവൽക്കരണം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്മാൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, അതിന് ഉദാഹരണം പറയുമ്പോൾ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആർ വില്ലേജസ് ആൻഡ് ട്രൈബ്സ്. ഗ്രാമങ്ങൾ പോലെ, ഗോത്രങ്ങൾ പോലെ, വിത്തിൻ എ ലാർജ് ഗ്രൂപ്പ്, അവർ വലിയ ഗ്രൂപ്പാണ്. ഓക്കെ, അവരൊരു നമുക്ക് ലിറ്റിൽ കമ്മ്യൂണിറ്റി, ഒരു ലിറ്റിൽ കമ്മ്യൂണിറ്റി എമേഴ്സിലെ വേർഡ് വരിക. ദി കീ ക്യാരക്ടേഴ്സ് ഓഫ് എ സ്മാൾ കമ്മ്യൂണിറ്റി ആർ ഇറ്റ് സ്മാൾ സൈസ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ്നെസ്, ഹോമോജിനിറ്റി ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഒക്കെ എന്താവും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, ദീസ് കമ്മ്യൂണിറ്റീസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ദി കൺട്രി സൈഡ്. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ആയിരിക്കും എന്ത് ചെയ്യുക, നിലകൊള്ളുക എന്നുള്ളതാണ്. മാത്രമല്ല റൂറൽ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡ് വില്ലേജ് ആൻഡ് ട്രൈബ്സ്, അതിലാണ് വില്ലേജും ട്രൈബ്സൊക്കെ അതിലാണ് ഉൾപ്പെടുക. ഇനി അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ക്യാൻ ബി ഫൗണ്ട് ഇൻ സിറ്റീസിലാണ് നമുക്ക് പ്രധാനമായും അർബൻ കമ്മ്യൂണിറ്റികളെ കണ്ടെത്താൻ സാധിക്കുക. അർബൻ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡ് സിറ്റീസ്, ടൗൺസ് ആൻഡ് മെട്രോപോളിസ്. ഓക്കെ, ഇനി അടുത്ത ഡിസ്ട്രിക്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ ബോത്ത് സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി റിക്വസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. തീർച്ചയായിട്ടും ഈ രണ്ട് കൂട്ടം എന്താണ് നമുക്ക് നൽകുന്നത്, ഇത് രണ്ടും സൊസൈറ്റി ആവട്ടെ കമ്മ്യൂണിറ്റി ആവട്ടെ രണ്ടും എന്താണ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഹവോൾ കമ്മ്യൂണിറ്റി റിഫേഴ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. ഓക്കെ, അവരെന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവർ പരസ്പരം ഒരാൾ മറ്റൊരാളുമായി എന്ത് ചെയ്യുന്നു, അവർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. ബട്ട് സൊസൈറ്റി റിഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് that exists among the people who live in a certain area and have a sense of belongings. തീർച്ചയായിട്ടും സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് താമസിക്കുന്ന ഒരു നിശ്ചിത പ്ലേസിൽ നിലകൊള്ളുന്ന ആളുകൾ അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ എന്താ പറയുക, സൊസൈറ്റി എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാൻ ഈസ് സോഷ്യൽ ബൈ നേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ബിക്കോസ് ഓഫ് ഈസ് നേച്ചർ മാൻ ഈസ് എ സോഷ്യൽ ക്രിയേച്ചർ. തീർച്ചയായിട്ടും ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത്. ഈസ് ഇവിടെ പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും അവന് ഈ സൊസൈറ്റിയെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ അവന് മറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരാവശ്യമൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ സൊസൈറ്റി എന്താ അവനക്ക് അനിവാര്യമാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അവനക്ക് സൊസൈറ്റി അനിവാര്യമാണ്, നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഭാഗം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ. സൊസൈറ്റി ഈസ് ആൻ അബ്സെറ്റ് ഐഡിയ യെറ്റ് സച്ച് എ ഇൻ്റഗ്രൽ പാർട്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ സൊസൈറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മ്യൂച്വൽ കോർപ്പറേഷൻ ആണ്, അതുപോലെ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. മാത്രമല്ല മ്യൂച്വൽ അവയർനെസ് ഈസ് നെസസറി ആണ്, മ്യൂച്വൽ ആയിട്ടുള്ള അവയർനെസ് അത്യാവശ്യമാണ് സൊസൈറ്റിക്കുള്ളത്. അതുപോലെ ഇറ്റ് മീറ്റ്സ് ദി റിക്വയർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ നിലകൊള്ളുന്ന മെമ്പേഴ്സിൻ്റെ ആളുകളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സൊസൈറ്റി അത് നിറവേറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യം സൊസൈറ്റിക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഭാഗം നമുക്ക് കവറായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഹ്യൂമൻ വേഴ്സസ് ആനിമൽ സൊസൈറ്റി. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അനിമൽസ് അൺലൈക്ക് ഹ്യൂമൻസ് ഡു നോട്ട് നീഡ് എ സിവിലൈസേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും മൃഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും, അവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം മനുഷ്യന്മാർക്ക് എന്താ എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അവർക്ക് ജോലി അവസരങ്ങൾ ആവശ്യമാണ്, ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ അനിമൽസ് പോലെ തന്നെ ഹ്യൂമൻസ് തമ്മിൽ വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ട കാര്യങ്ങളുണ്ടാകും, അവർക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അവർക്ക് അതുപോലെ തന്നെ മറ്റു ജീവിതോപാധികൾ ആവശ്യമാണ്. ആ സമയം മൃഗങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നീഡും ആവശ്യമായി വരുന്നില്ല. ഇനി സൊസൈറ്റികളുടെ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ടാണ് പറയുന്നത് ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ്. തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അഗ്രികൾച്ചറിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഹണ്ടർ ആൻഡ് ഗ്യാദേഴ്സ് 2.5 ലക്ഷം വർഷമാണെന്ത് ഇത്തരത്തിലുള്ളൊരു പ്രിമിറ്റീവ് സൊസൈറ്റി നിലനിന്ന് വന്നു പോകുന്നത്. ഓക്കെ, മാത്രമല്ല അണ്ടിൽ അബൌട്ട് 12,000 years ago this society was still in practice. തീർച്ചയായിട്ടും ഈ സൊസൈറ്റി പ്രാക്ടീസിൽ നിലനിന്ന് വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, ദ ഹ്യൂമൻസ് ഇൻ ദിസ് സൊസൈറ്റി ഹണ്ട് ഫോർ ഫുഡ് ആൻഡ് ഗ്യാദർ പ്ലാന്റ്സ്. അവരെന്ത് ചെയ്യുന്നു, ഫുഡുകൾ എന്ത് ചെയ്യുന്നു, അവർ ഹണ്ട് ചെയ്യുന്നു. മാത്രമല്ല അവരെന്ത് ഫുഡ് ഗെയിംസ് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു. ഹ്യൂമൻസ് ഇൻ ദി സൊസൈറ്റി ഹണ്ട് ഫോർ ഫുഡ് ആൻഡ് ഗ്യാദർ പ്ലാന്റ്സ്. തീർച്ചയായിട്ടും അവർ ആ സമയത്തുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അതുപോലെ തന്നെ അവരെന്തായിരുന്നു പ്ലാന്റ്സുകളെ സസ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന പോലെ ഫ്രൂട്ട്സുകൾ അവരുടെ ജീവിതോപാധിക്ക് വേണ്ടി അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തായിരുന്നു ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടിരുന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പാസ്റ്റോറൽ സൊസൈറ്റിയെ കുറിച്ച് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദി വേർഡ് പാസ്റ്റോറൽ ഡിവൈഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് പാസ്റ്റോറൽ മീനിങ് ഷെഫേർഡ് എന്നുള്ള വേർഡ് എന്നാണ് ഈ ഒരു പാസ്റ്റോറൽ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ എന്താ പറഞ്ഞു വെച്ചാൽ ഈ പാസ്റ്റോറൽ സൊസൈറ്റിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് പാസ്റ്റോറൽ സൊസൈറ്റി ആർ മെസൈ പീപ്പിൾ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ഹു ഹെഡ് കാറ്റിൽ. ഓക്കെ, അവർ എന്തായിരുന്നു, അവർ കാറ്റിലുകളെ മേയിച്ച് നടന്നിരുന്ന ആളുകളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് അഗ്രിഗേറിയൻ സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ അഗ്രിഗേറിയൻ സൊസൈറ്റി എന്നുള്ള ഈ അഗ്രിഗേറിയൻ എന്നുള്ള വേർഡ് വരുന്നത് അത് പറയുന്നത് വെച്ചാൽ അഗ്രികൾച്ചർ അവർ കൃഷി ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ജീവിതോപാധി കൃഷിയാണ് ഉണ്ടാവാറ്. ഓക്കെ, എ കമ്മ്യൂണിറ്റി ദാറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് മെയിൻറ്റെയിൻസ്
ഫാം ലാൻഡ്. അവർ തരുന്നു ഒരു കർഷക സ്ഥലം അവർക്ക് ഉണ്ടാവും. അതിലവർ കൃഷി ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ അവരുടെ ജീവിതോപാധിക്ക് കൊണ്ട് കൃഷി ചെയ്യുന്നതോ സസ്യങ്ങൾ വിളവെടുക്കുന്നു മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദിസ് സൊസൈറ്റീസ് ഡേറ്റ് ബാക്ക് ടു 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്തായിരുന്നു ഇവർ തുടർച്ചയായിട്ട് അവരുടെ ജീവിതോപാധിയായിട്ട് കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന പാഠഭാഗം എന്നുള്ളത് നമ്മൾ ഈ ഏർലി ഫാമിലി സൊസൈറ്റീസിലെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൽ മെസ്സപ്പൊട്ടോമിയ വരും. അതുപോലെ തന്നെ മെസ്സപ്പൊട്ടോമിയ പോലെ, ദി ഇൻഡസ് വാലി പോലെ, ഈജിപ്റ്റ് ആൻഡ് നുബേനിയൻ സിവിലൈസേഷനൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് തീർച്ചയായിട്ടും. അടുത്തായിട്ട് നമ്മളടുത്തായിട്ട് പറയാൻ പോകുന്നത് നിയോളിത്തിക് റെവല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് നിയോളിത്തിക് റെവല്യൂഷൻ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും ഈ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ മാറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ദിസ് റെവല്യൂഷൻ ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഡൗൺ ഇൻ ടു ദി പെർമനൻറ്റ് സെൽഫ് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങൾ അതിന് മുമ്പ് വരെ അവരെന്ത് ചെയ്യുന്നു, അവർ ടൈം ടു ടൈം ആയിട്ട് അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു. ഈ ഒരു സമയത്തെപ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്തു, അവർ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോട്ട് അവർ മുന്നോട്ട് പോയി. ഓക്കെ, അറൗണ്ട് ദി സെയിം ടൈം ആസ് പാസ്റ്റോറൽ cultures were gaining popularity, a new social structure developed that was centered on people's newly acquired capacity for plant growth and cultivation. കൃഷിക്ക് വേണ്ടി, സസ്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പുതിയൊരു മുന്നേറ്റം കൊണ്ടുവന്നത് അത്തരത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ അത് കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, മാത്രമല്ല ഫ്യൂഡൽ സൊസൈറ്റീസ് അറോസ് ഇൻ ദി 19th century. ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ വർ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് ഹിയറാർക്കിയൽ പവർ സ്ട്രക്ചർ ഇൻ ദി സൊസൈറ്റി. ഈ സൊസൈറ്റികളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഭരണ പ്രക്രിയകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും ലാൻഡ് ഓണർഷിപ്പ് എന്തായി സഹായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഏൻഷ്യൻ്റ് സൊസൈറ്റീസ് അവർ ആദ്യം ഹണ്ടിങ്ങിൻ്റെ മാർഗമായിരുന്നു സ്വീകരിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം അഗ്രികൾച്ചർ സെക്ടറിലേക്ക് അവർ വന്നു. പിന്നെ അതിനുശേഷം ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ രൂപത്തിലുള്ള പുതിയ കാലത്തോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള കൃഷി രീതികൾ അവർ മുന്നോട്ട് വെച്ചു. അതിൽ പെട്ടതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദി 18th century കാലഘട്ടങ്ങളാണ് തുടങ്ങുന്നത്. വെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ദർ എക്സ്പീരിയൻസ്ഡ് എ സ്പെക്ടാക്കുലർ റൈസ്. ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ഉയർച്ച, ടെക്നോളജിയുടെ ഉയർച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തായിട്ട് ദി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇറ എന്നുള്ളതാണ്. ഇൻഫർമേഷൻ സൊസൈറ്റീസ് സംടൈംസ് റിഫർഡ് ടു ആസ് ഡിജിറ്റൽ ഓർ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് are a recent development. Unlike industrial civilizations which are based on the production of tangible goods, information societies are built on the production of information services. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം വന്നതുകൂടെ ടെക്നോളജികളുടെ യൂസ് കൂടെ ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം വന്നുകൊണ്ട് തന്നെ ആളുകളുടെ ജീവിതത്തിൻ്റെ രൂപം തന്നെ എന്ത് പരിപൂർണമായിട്ട് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോൺ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് ദിസ് വി ഹാവ് സീൻ ദി പ്രോഗ്രസ് ത്രൂ വേരിയസ് സൊസൈറ്റീസ്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ട്രഡീഷണൽ വിഎസ് മോഡേൺ സൊസൈറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് സിൻസ് പ്രീഹിസ്റ്റോറിക് ടൈംസ് man has been a gregarious animal that has lived in groups. These communities have evolved into structured and civilized societies over time, adopting adequate conventions, traditions and trends that set them apart from the other societies. തീർച്ചയായിട്ടും അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ മാൻ ഹാസ് ബീൻ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രിഗേറിയസ് അനിമലായിരുന്നു പറയുന്നുണ്ട്. മാത്രമല്ല ഗ്രൂപ്പുകൾ ജീവിച്ചിരുന്ന ഒരു ഗ്രിഗേറിയസ് അനിമൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദീസ് കമ്മ്യൂണിറ്റീസ് എവോൾവ്ഡ് ഇൻ സ്ട്രക്ചർ. ഈ ഒരു കമ്മ്യൂണിറ്റി എന്താണ് പിന്നീട് ഒരു ഘടനയിലേക്ക് മാറുകയും അതുപോലെ തന്നെ സിവിലൈസ്ഡ് സൊസൈറ്റിയെ മാറുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷണൽ സ്വീകരിച്ചു. അവർ ട്രെൻഡുകൾ ചെയ്യാൻ തുടങ്ങി. അത്തരത്തിലാണ് മനുഷ്യൻ്റെ ഒരു സൊസൈറ്റി ആദ്യകാലത്ത് നിന്ന് പുതിയൊരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല modern civilizations celebrate the wonders of technology and the freedom of ചോയ്സ് ആൻഡ് എക്സ്പ്രഷൻ പ്രൊവൈഡഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. തീർച്ചയായിട്ടും ആ പുതിയ കാലഘട്ടത്തിൽ മുകളിലെ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താവുന്നു സെലിബ്രേറ്റ് ദി വണ്ടേഴ്സ് ഓഫ് ടെക്നോളജിയുടെ അത്ഭുതങ്ങളെ എന്താവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എക്സ്പ്രഷൻ പ്രൊവൈഡ് ടു മെമ്പേഴ്സ് നൽകപ്പെടുന്ന എല്ലാവിധ തരത്തിലുള്ള സെലിബ്രേഷൻ മറ്റുകളൊക്കെ എന്ത് ചെയ്യാം ഈ സൊസൈറ്റിയുടെ കീഴിലെ മെമ്പേഴ്സിന് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ഇത് പറയുമ്പോൾ അതൊരു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദി എറ ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദി ഇൻഡസ്ട്രിയലൈസേഷൻ സച്ച് ഈസ് കോൾഡ് ദി പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഓക്കെ, ഇൻഡസ്ട്രിയൽസ് മുമ്പുള്ള കാലത്തെ കുറിച്ചാണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് സച്ച് ടു ബിഗിൻ ഫ്രം 1750, 1850 കാലഘട്ടങ്ങളാണ് തുടങ്ങുന്നത്. ഓക്കെ, മാത്രമല്ല ഇനി ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാറ്റഗറീസ് പറയുകയാണെങ്കിൽ എന്താണ്, അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ അവർ തീർച്ചയായിട്ടും അഗ്രികൾച്ചറിനായിരുന്നു ആശ്രയിച്ചിരുന്നത്. മാത്രമല്ല റിസ്ട്രിക്റ്റ് പ്രൊഡക്ഷൻ റിസ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഇൻറ്റു ലോഡ്സ് ആൻഡ് പ്രഷറിലേക്കായിരുന്നു ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കർഷകർ വേറെ, അതുപോലെ തന്നെ അവരെ നിയമിക്കുന്ന ആളുകൾ വേറെ, അങ്ങനെയൊക്കെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദി പീസൻസ് ഓൺ ഫുഡ്. ഓക്കെ, കർഷകരെ ഫുഡിനെ ആശ്രയിക്കേണ്ട ആവശ്യം ആ സമയത്തുണ്ടായിരുന്നു. അടുത്താണ് പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ മേജർലി ബിഗാൻ ഇൻ ദി 1800 കാലഘട്ടങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. 1800 കാലഘട്ടങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിനോട് പറഞ്ഞു 1800 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ആൻഡ് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്ഡ് വിത്ത് ദി ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടെക്നോളജീസ് ആൻഡ് ഹാൻസ് ദി ലൈഫ് സ്പാൻ. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ തന്നെ മാറി തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടെക്നോളജികളുടെ കടന്നുകയറ്റ കാലഘട്ടങ്ങളുണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ അടുത്തായിരുന്നു പറയാൻ പോകുന്ന പാഠഭാഗത്തിന് ഇതിന് കീഴിലായിട്ട് the industry depends on the mass production and therefore provides labor and increased employment. ഓരോ ഘടകങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദ എക്കോണമി ഈസ് ബിൽറ്റ് ഓൺ ഇൻഡസ്ട്രി ആണ്. എക്കോണമി ഈസ് ബിൽറ്റ് ഓൺ ഇൻഡസ്ട്രിയൽ എക്കോണമി നിർമ്മിക്കുന്നത് പറഞ്ഞു. ദ മേൺസ് ഓഫ് വെറൈറ്റി ഓഫ് പ്രൊഫഷണൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രൊഫഷണൽ ക്ലാസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. മാത്രമല്ല റാപ്പിഡ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് സിസ്റ്റം ഒക്കെ ആ കാലഘട്ടം സിമ്പിളാണ്. ആ ഭാഗം തന്നെ നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഭാഗം പറയാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് കുറിച്ച് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാൻ കിട്ടുന്ന കാര്യം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിച്ച് ലാസ്റ്റ് ഫ്രം ദി ലൈറ്റ് 18 to the ഏർലി 19th century നീണ്ടു വന്നൊരു സംഭവമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ളത്. വാസ് എ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ഇവൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്പർ 8 താഴത്തോടെ വരുന്നുണ്ട്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ടെക്നോളജി അസിസ്റ്റിംഗ് ഇൻ ദി ഇനിഷ്യേറ്റിംഗ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊജക്റ്റുകൾ പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. മാത്രമല്ല ലാർജ് സൊസൈറ്റീസ് വിത്ത് മാസീവ് പോപ്പുലേഷൻ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ആൻഡ് ഹൈ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ എൻകറേജ് പോപ്പുലേഷൻ ഇൻക്രീസ് ബൈ അറ്റാച്ചിങ് മോർ പീപ്പിൾ. ഓക്കെ, ആ പോപ്പുലേഷൻ അധികരിപ്പിക്കാൻ കൂടി എന്ത് ചെയ്തു, ഇത് നമ്മളെ സഹായിച്ചു പറയാൻ. അങ്ങനെ പോകുന്നതാണ്. ലാർജ് സ്കെയിലായിട്ടുള്ള ഡിവിഷൻ ലാബർ ഉണ്ടായി. അങ്ങനെ ഓക്കെ, അങ്ങനെ പോയിന്റ് ഇത് പോകുന്നുണ്ട്. ഇനി അടുത്ത പറയുമ്പോൾ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ച് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ലോസ് ഓഫ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഫാമിലിക്കുള്ള കിൻഷിപ്പിനുള്ളൊരു പ്രാധാന്യം എന്നുള്ള വളരെ വലുതാണ്. അതുപോലെ തന്നെ റിലീജിയൻസ് പവർ ഓവർ ദി പീപ്പിൾസ് ഇസ് വീക്കനിങ്. ഓക്കെ, ഈ മതപരമായിട്ടുള്ള ഒരു പവർ അത് തീർച്ചയായിട്ടും ഈ ഒരു സൊസൈറ്റിയിൽ അതിൻ്റേതായൊരു പാകതത്വം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 7ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ദി ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ഗ്രോയിങ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു പ്രാധാന്യം എന്നുള്ളത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഫാക്ടേഴ്സായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തിട്ട് പറയാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചാണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എറ ആൾസോ ഫേമസ്ലി നോൺ ആസ് ദി ഇൻഫർമേഷൻ ടെക്നോളജി എറ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ IT-യുടെ ഒരു കാലഘട്ടമാണിത്. ദി മെഷീൻസ് വി സീ ടുഡേ ആർ വയർലെസ് അൺലൈക്ക് ദി വൺസ് ദാറ്റ് യൂസ് ടു റൺ ഓൺ ഫോസിൽ ഫ്യൂൽസ്. ദിസ് ക്രിയേറ്റ്സ് മെനി മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും ഈ ഒരു ഇത്തരത്തിലുള്ളൊരു അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും ആളുകൾക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദി ടേം വാസ് പോപ്പുലൈസ്ഡ് ഫ്രം ദി വർക്ക് ഓഫ് ഡാനിയൽ ബെല്ലിൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്മിങ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ളതാണ് ഈ ഒരു വേർഡ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സെക്ടറൽ ട്രാൻസ്ഫോർമേഷൻ. ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഈസ് മൂവ്ഡ് ഓവർസീസ് ആസ് ഇസ് ഡിക്രീസസ് ആൻഡ് ദി സർവീസ് എക്കണോമി എക്സ്പാൻസ്. മെക്സിക്കോ, സെൻട്രൽ ഏഷ്യ, ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ
ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എംപ്ലോയിഡ് 26% ഓഫ് എംപ്ലോയിഡ് അമേരിക്കൻ 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കൻസിൽ എത്ര 26% എംപ്ലോയിഡ് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആൻഡ് പേഴ്സണൽ സർവീസസ് ആർ വേർ യു ക്യാൻ ഫൈൻഡ് ലോ സ്കിൽ ജോബ്സ് വേരിയസ് മാനേജ്മെൻറ്റ് ഹെൽത്ത് കെയർ ആൻഡ് കമ്പ്യൂട്ടർ സർവീസ് ആർ വേർ യു ക്യാൻ ഫൈൻഡ് ഹൈ സ്കിൽ പ്രൊഫഷൻസ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ നല്ല സ്കില്ലുടേതായിട്ടുള്ള ജോലികൾ ഈ കാലഘട്ടം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. അടുത്തന്നെ പറയാൻ പോകുന്നത് അതർ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ക്യാരക്ടറിസ്റ്റിനെ കുറിച്ചാണ്. 1983 1997 കാലഘട്ടങ്ങളുടെ ഇടയിലാണ് ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ ദി നമ്പർ ഓഫ് യൂണിയൻസ്. ദി പെർസെൻറ്റേജ് ഓഫ് പ്രൈവറ്റ് സെക്ടർ വർക്ക്സ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹു ബിലോങ് ടു എ യൂണിയൻ ഹാസ് ഡിക്രീസ്ഡ് ഫ്രം 20% to 40%. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് ഈസ് ദർ എ പോസ്റ്റ് പൊളിറ്റിക്കൽ ഏജ് ഇൻ ദി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിത്ത് ദി ഫാൾ ഓഫ് ദി ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ഫോഴ്സ് ദർ ഹാസ് ബീൻ എ ഡിക്രീസ് ഇൻ ക്ലാസ് ഡ്രിഫ്റ്റ്. തീർച്ചയായിട്ടും അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ഫോഴ്സിൻ്റെ ഒരു വീഴ്ച കാരണം എന്തായി, അവിടെ വളരെ വലിയ രൂപത്തിലുള്ളൊരു ക്ലാസ് ഡ്രിഫ്റ്റിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല ദി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ഗ്ലോബൽ എക്കണോമി വിത്ത് അമേരിക്കൻ ബിസിനസ് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് മെയിനായിട്ട് ഇങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും നമുക്ക് ഈ പാഠഭാഗം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ന്യൂലി ഇൻഡസ്ട്രിയലൈസിങ് കൺട്രീസാണ്. അപ്പോൾ പുതിയ കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ കൺട്രീസ് എന്ന് പറയുമ്പോൾ ആർ ദോസ് കാറ്റഗറൈസ്ഡ് ടു ബി അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റാറ്റസ്. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുണ്ട്, അവർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രികൾ, അതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് കുഡ് യൂസ് ദെയർ കൺട്രീസ് ഫോർ ഔട്ട്സോഴ്സിങ് ഓർ ദേ ക്യാൻ സർവ് ആസ് മാർക്കറ്റ് ഓഫ് കസ്റ്റമർ പ്രൊഡക്ട്സ്. തീർച്ചയായിട്ടും അവർ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ പല രാജ്യങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന, അതുപോലെ മാർക്കറ്റിംഗ് അവരെന്താകുന്നു അധികരിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്, ഇൻക്രീസിങ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണ്. ഓവർ ടൈം ദിസ് നാഷൻസ് ഹാവ് കൺസിസ്റ്റൻ്റ്ലി സീൻ ഹൈ എക്കണോമിക് ഗ്രോത്ത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ രാജ്യങ്ങൾ വളരെ പ്രധാനമായിട്ടും വലിയ ഉയർന്ന രൂപത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല യൂഷ്വലി അറ്റ് ദി ക്വിക്ക് റൈറ്റ് ദോ നോട്ട് at the same rate as the overall economy, the average income of the popular per capita income is increasing as well. അടുത്തായിട്ട് ദി പോപ്പുലേഷൻ ഓഫ് സിറ്റീസിൻ്റെ പോപ്പുലേഷനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ എ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ബീൻ മൂവിങ് ടു സിറ്റീസ് ഫ്രം റൂറൽ ഏരിയാസ് ഇൻ ക്വസ്റ്റ് ഓഫ് ബെറ്റർ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ്. തീർച്ചയായിട്ടും പുതിയ കാലഘട്ടങ്ങളിലെ ജോബ് ഓപ്പർച്യൂണിറ്റി തെരഞ്ഞുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, റൂറലിൽ നിന്നും അർബണിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുക, സിറ്റികളിലേക്ക് അവർ ജോലി അന്വേഷിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് പറയാൻ പോകുന്നത് ഇൻക്രീസിങ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അതാണ്. അപ്പോൾ ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ എൻജോയ് ഗ്രേറ്റർ കണ്ടീഷൻ ഓഫ് ലിവിങ്. ജീവിതത്തിൻ്റെ പുതിയ മാറ്റങ്ങളാണ് ആളുകൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ. വെൻ ദി എക്കണോമി ഗ്രോസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് മെനി അതർ സെക്ടേഴ്സ് ഓൾ അഡ്വാൻസ്. ഓക്കെ, ഇതൊക്കെ ആവശ്യമായി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് പ്രൊഡക്ഷൻ സെക്ടേഴ്സ്. മാനുഫാക്ചറിങ് ഈസ് ദ പ്രിൻസിപ്പൽ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഈസ് ഗിയർഡ് ടുവേർഡ് എക്സ്പോർട്ടിങ്. ഓക്കെ, മാനുഫാക്ചറിങ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ മെയിനായിട്ടുള്ളത് മാനുഫാക്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺട്രി എത്രത്തോളം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു, അതനുസരിച്ചാണ് ആ കൺട്രിയുടെ വളർച്ച തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ സിമ്പിളായിട്ടൊരു പാഠഭാഗമാണ് നമുക്കത് നമ്മളിവിടെ അവസാനിച്ചിട്ടുള്ളത്. ആ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ നോക്കി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്.